Guten Tag, I'm Manjri. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജർമ്മനിലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെന്റൻസ് സ്ട്രക്ചേഴ്സ് ആണ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഔസാഗെസാറ്റ്സും യാ ഓർഡിനറി ഫ്രാഗനും പിന്നെ നമ്മൾ വേ ഫ്രാഗയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഔസാഗെസാറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നോർമൽ സെന്റൻസ് ആണ്. ഒരു നോർമൽ സെന്റൻസിന്റെ സെന്റൻസ് സ്ട്രക്ചറും അതിന്റെ എക്സാമ്പിൾസും നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ് എന്ത് അതിന്റെ സെന്റൻസ് സ്ട്രക്ചർ വരുന്നത്. ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇഷ് ഹൈസെ അനുശ്രീ. ഇതിൽ ഇഷ് ആണ് എന്താ അവിടുത്തെ സബ്ജക്റ്റ്, ഹൈസെ എന്താണ് അവിടുത്തെ വെർബാണ്. സോ സബ്ജക്റ്റിനനുസരിച്ച് എന്താണ് ഈ വെർബ് അവിടെ കോൺജുഗേറ്റ് ചെയ്യും. സോ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇഷ് ലീബെ മൈനെ മുട്ടർ. സോ ഇവിടെ ഇഷ് എന്നാണ് അവിടുത്തെ സബ്ജക്റ്റ്, ലീബെ എന്നുള്ളതാണ് എന്ത് അവിടുത്തെ വെർബ്. സോ വെർബ് എന്ത് ചെയ്യാണ് എപ്പോഴും സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്യും. സോ നമുക്കിനി അടുത്ത സെന്റൻസ് സ്ട്രക്ചർ നോക്കാം. യാ ഉഡർ നൈൻ ഫ്രാഗ്, അതായത് എന്താണ് യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇതിന്റെ സെന്റൻസ് സ്ട്രക്ചർ വരുന്നത് ഫസ്റ്റ് എന്താണ് വെർബാണ് വരുന്നത്. വെർബ്, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പ്രഹൻ സി ഡോയ്ഷ്. സ്പ്രഹൻ ആണ് എന്ത് അവിടുത്തെ വെർബ്, സി ആണ് അവിടുത്തെ സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റിനനുസരിച്ച് എന്താണ് വെർബ് കോൺജുഗേറ്റ് ചെയ്യും. സ്പ്രഹൻ സി ഡോയ്ഷ്. വേ ഫ്രാഗയുടെ സെന്റൻസ് സ്ട്രക്ചർ ആണ്. വേ ഫ്രാഗ് എന്ന് പറയുന്നത് എന്താണ് WH ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് WH ക്വസ്റ്റ്യൻസിന്റെ സെന്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് നോക്കാം. പിന്നെ കുറച്ച് WH ക്വസ്റ്റ്യൻ വേർഡ്സും കൂടെ നോക്കാം. സോ ഫസ്റ്റ് വരുന്നത് നമ്മുടെ സെന്റൻസ് സ്ട്രക്ചർ ആണ്. ഫ്രാഗേബോട്ട്, വെർബ്, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്. ഫ്രാഗേബോട്ട് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് വെർബ് ആയിരിക്കും. വെർബ് കഴിഞ്ഞിട്ട് നമ്മൾ സബ്ജക്റ്റ് യൂസ് ചെയ്യും. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ്, പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക്. സോ നമ്മൾ ഇവിടുത്തെ വെർബ് എന്താണ് ഈ വെർബ് സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വി ഹൈസൻ സി. ഇവിടെ ഹൈസൻ എന്ന് വരാൻ കാരണം എന്താണ് സി ആയതുകൊണ്ടാണ് എന്ത് ഇവിടെ ഹൈസൻ എന്ന് വന്നത്. ബി എന്ന് പറയുന്നതാണ് നമ്മളെ ഫ്രാഗേബോട്ട്. ഇനി നമുക്ക് കുറച്ച് ഫ്രാഗേബോട്ട്സ് നോക്കാം, അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. വാസ് മീനിങ് എന്താണ് വാട്ട് എന്നാണ്. ഇതിന്റെ എക്സാമ്പിൾ എന്താണ് വാസ് മാസ്റ്റ്. ഇവിടെ മാസ്റ്റ് വരാൻ കാരണം എന്താണ് അവിടുത്തെ സബ്ജക്റ്റ് ഡു ആയതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത് മാസ്റ്റ് വന്നത്. ഇനി അടുത്തത് വി, മീനിങ് വരുന്നത് ഹൗ. എന്താണ് വി ഈസ്റ്റ് ഡൈൻ ഫ്രോയിൻഡ്. എങ്ങനെയാണ് ഇവിടെ ഈസ്റ്റ് ആണ് അവിടുത്തെ വെർബ്. അടുത്തത് എന്താണ് വാറും, മീനിങ് എന്താ വൈ. വാറും ലേൺസ് ടു ഡോയ്ഷ്. ഇവിടെ എന്താണ് ലേൺസ് എന്നുണ്ട്, ഡു എന്നുള്ളതാണ് അവിടുത്തെ സബ്ജക്റ്റ്. പിന്നെ എന്താണ് വാറും എന്നാണ് അവിടുത്തെ നമ്മളെ ഫ്രാഗേവോട്ട്. ഫ്രാഗേവോട്ട് കഴിഞ്ഞിട്ട് എപ്പോഴും നമ്മൾ എന്ത് യൂസ് ചെയ്യണം വെർബ് യൂസ് ചെയ്യണം. ആ വെർബ് സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്തിരിക്കണം. പിന്നെ അടുത്തതാണ് വാൻ. വാൻ മീനിങ് എന്താണ് വെൻ. വൺ ഹാസ് ടു ഫ്രൈസൈറ്റ്. ഇതിലേതാണ് ഹാസ്റ്റ് എന്നാണ് എന്താണ് ഡു വന്നതുകൊണ്ട് അത് കോൺജുഗേറ്റ് ചെയ്തതാണ്. സോ നമ്മൾ അടുത്ത എക്സാമ്പിൾ വരുന്നത് വോഹർ എന്നാണ്. വോഹറിന്റെ മീനിങ് വരുന്നത് ഫ്രം വേർ. വോഹർ കൊമ്മൻ സി എന്നാണ്. എന്താണ് കൊമ്മൻ എന്നുള്ളത് എന്താണ് നമ്മൾ ഇവിടുത്തെ വെർബാണ്. സി നില സബ്ജക്റ്റ് വന്നതുകൊണ്ടാണ് എന്ത് അത് കോൺജുഗേറ്റ് ആയിട്ട് കൊമ്മൻ ആയിട്ടുള്ളത്. അടുത്തത് വേർ എന്താണ് ഹൂ എന്നാണ് മീനിങ് വരുന്നത്. വേർ ബിസ് ടു എന്നാണ്. ബിസ്റ്റ് ആണ് അവിടുത്തെ വെർബ്, ഡു സബ്ജക്റ്റ്. ഓക്കെ, ലാസ്റ്റ് വൺ വോ. വോന്റെ മീനിങ് വേർ എന്നാണ്. വോ വോൺസ് ടു എന്നാണ് അവിടുത്തെ എന്ത് എക്സാമ്പിൾ വരുന്നത്. വോൺസ്റ്റ് ആണ് അവിടുത്തെ വെർബ്, വെർബ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്. സോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രാഗേബോട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് അവിടെ ഒരു വെർബാണ്. വെർബ് എന്തായിരിക്കണം സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്യണം. സോ ഇത് നമ്മൾ നോക്കിയത് ജർമ്മനിലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെന്റൻസ് സ്ട്രക്ചേഴ്സ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ നോക്കിയത് ഏതാണ് ഔസാഗെസാറ്റ്സ്, അതായത് നോർമൽ സെന്റൻസ്. ഇതിന്റെ സെന്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. പിന്നെ നമ്മൾ നോക്കിയത് യാ ഓർഡർ നൈൻ ഫ്രാഗൻ. ഇതിലെങ്ങനെയാണ് സെന്റൻസ് സ്ട്രക്ചർ വരുന്നത് ഫസ്റ്റ് വെർബ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ ഒബ്ജക്റ്റ്. നമ്മൾ ലാസ്റ്റ് നോക്കിയതാണ് വേ ഫ്രാഗെ. വേ ഫ്രാഗയിൽ എങ്ങനെയാണ് ഫ്രാഗേബോട്ട്, വെർബ്, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്. ഈ എല്ലാ കേസിലും എങ്ങനെയാണ് സബ്ജക്റ്റിനനുസരിച്ച് എന്ത് ചെയ്യും വെർബ് എപ്പോഴും കോൺജുഗേറ്റ് ചെയ്യും. സോ ഇതുപോലത്തെ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.